ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇന്ന് ഞാനൊരു ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ 1-2 സബ്സ്ക്രൈബ് പ്രസ് ചെയ്തിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. അപ്പോൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ പാനിലിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ചെമ്മീൻ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചെമ്മീൻ ജസ്റ്റ് ഒന്ന് കുക്കായ ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലെ ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് നമുക്കൊന്ന് ചതച്ച് വെക്കണം. പിന്നെ ഒരു 5 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 തക്കാളി ആവശ്യമാണ്. ഇനി മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഉള്ളി ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ തന്നെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ അളവ് നോക്കി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇവിടെ അത്യാവശ്യം എരിവ് വേണമെന്നുള്ളതുകൊണ്ട് ഞാനൊരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് അതിൻ്റെ പച്ചമണക്ക് മാറുന്നത് വരെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ഇതിൻ്റെ റൈസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 കപ്പ് നേരിയരിയാണ് എടുത്തിട്ടുള്ളത്. ബസുമതി റൈസ് ആയാലും മതിയാവും. അപ്പോൾ ആദ്യം തന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം എടുക്കുക. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ നല്ല നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്തെടുത്താൽ കൂടുതൽ നേരം വെക്കാൻ പാടില്ല. അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ചോറ് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ ഞാനിവിടെ 5 കപ്പ് അരിക്ക് 7.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഞാനിവിടെ വെള്ളം നേരത്തെ തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചോറ് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള നേരിയരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ബസുമതി അരിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അത് 1 മണിക്കൂർ മുന്നേ കുതിർത്ത് വെക്കാൻ ശ്രദ്ധിക്കണം. നേരിയരി ആണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് വളരെ ലോ ആയി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് തിരിച്ചിട്ട് ഇട്ടെടുക്കുക. എന്നാൽ മാത്രമേ എല്ലാ ഭാഗത്തും നന്നായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഇതിൻ്റെ വേവ് ഒന്ന് നോക്കണം. നന്നായി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചിട്ടതിന് ശേഷം ഒന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ദം ചെയ്യണം. അപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചോറിൻ്റെ 2 ഭാഗം വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെയുള്ള ചോറിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സ്പൈസസും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിട്ടില്ല. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ മസാലയുടെ പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചോറിൽ നിന്നും പകുതി ചേർത്ത് കൊടുക്കാം. സാധാരണയായിട്ട് നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സ്പൈസസ്, അതായത് ഏലക്ക, ഗ്രാമ്പൂ, പട്ടയൊക്കെ ചേർക്കാറുണ്ട്. നമുക്കിവിടെ കൂടുതൽ അതിൻ്റെ ഒന്നും ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് അതൊക്കെ ചേർക്കാതിരുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ച് ഗരം മസാല പൊടിയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ബാക്കിയുള്ള ചെമ്മീൻ മസാല മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിൽ ഒരേപോലെ ഇട്ട് കൊടുക്കണം. എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കിയുള്ള മുഴുവൻ ചോറും നിരത്തി കൊടുക്കാം. എല്ലാ സൈഡിലും നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഫൈനലായിട്ട് ഒന്നുകൂടി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാലപ്പൊടിയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ദം ചെയ്യാം. ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉള്ളിയൊക്കെ പൊരിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ചേർക്കാവുന്നതാണ്. അതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഒന്നും ചേർക്കാതിട്ടുള്ളത്. ഇനി ഇതൊരു 1/4 മണിക്കൂർ ലോ ഫ്ലെയിമിൽ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ദം ചെയ്യിക്കണം. ഒരു 1/4 മണിക്കൂറിന് ശേഷം ചോറ് നന്നായിട്ട് ദം ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി, സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. കൂടുതൽ മസാല ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അധികം മടുപ്പിക്കാതെ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നര സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. Thank you.